السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നാം സാധാരണ എടുക്കുന്ന ക്ലാസ്സിൻ്റെ ഭാഗമായുള്ള നമ്മുടെ സമസ്തയുടെ ചരിത്ര പഠനം ആരംഭിക്കുന്നു. ഹക്ക് മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗം തുടരാനായിരുന്നു ഉദ്ദേശിച്ചത്. അഥവാ നവോത്ഥാന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച മർക്കസിൻ്റെ ആരംഭ വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്ന പത്രസമ്മേളനം നടത്തിയ അവിടെയാണ് ഇന്നലെ നാം നിർത്തിയത്. പക്ഷെ ഇന്ന് ഒരു ക്ലിപ്പ് അയച്ച് നമ്മുടെ സാധാരണ ക്ലാസ്സിലെ ഒരു ശ്രോതാവായ മനുഷ്യൻ, ഒരു സ്നേഹിതൻ, ഈ ക്ലിപ്പിൻ്റെ ഒരു വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് ഇന്ന് ആ വിഷയം ഒരൽപ്പം സംവദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗം നമുക്കതിന് ശേഷം പ്രതിപാദിക്കാം. 25 വർഷം മുമ്പ് ഈ മരണപ്പെട്ടു പോയ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മൗലാന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായിരുന്നു. അദ്ദേഹം അന്ന് ഇവിടെ ഗീബൽസിയൻ സിദ്ധാന്തം വെച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലടക്കം പോയി ഇതിനന്ന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അന്നിങ്ങനെ ഓൺലൈൻ സിസ്റ്റവും ഇങ്ങനത്തെ വാർത്താ മീഡിയകളും ഇല്ലാത്ത കാലമാണ് 25 വർഷം മുമ്പ്. അപ്പം അതുകൊണ്ട് അവിടെ ചെന്ന് സ്പീക്കർ വെച്ച് ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് അവിടെയുള്ള ആളുകളൊക്കെ അത് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ക്ലിപ്പ് ഇപ്പോഴിങ്ങനെ എടുത്ത് പ്രചരിപ്പിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ടൊരു വിശദീകരണം വേണമെന്നാണ് നമ്മൾ ഈ സ്നേഹിതൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ചെറിയ വിശദീകരണം, അതിന് വലിയ വിശദീകരണം ആവശ്യമല്ല. കാരണം ഈ നാട്ടിക മൗലവിയുടെ പ്രസംഗത്തിന് മറുപടി പറയുക എന്നത് തന്നെ വളരെ അന്തസ്സില്ലാത്തൊരു പരിപാടിയാണ്. കാരണം അയാളെ കോലം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അയാളൊക്കെ ഇങ്ങനെ കൈവിട്ടു പോയിരുന്നത്. പക്ഷേ ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇദ്ദേഹം ആ ക്ലിപ്പിൽ ആരോപിക്കുന്നത് ഇങ്ങനെ പുറത്താക്കപ്പെട്ട, സംസ്ഥയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾ ഒന്ന് ഉസ്താദിനെ, ഞാൻ ഇത് മൊത്തമുള്ള പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ അയാൾ പറഞ്ഞത്. എന്നിട്ട് അയാൾ ഇങ്ങനെ പ്രവർത്തനം തുടങ്ങി. അയാൾ പറയാം പുറത്താക്കപ്പെട്ടിട്ട് പ്രവർത്തനം തുടങ്ങിയപ്പോൾ പിന്നെ ഇത് രണ്ട് യോജിക്കാതിടത്തേക്ക് നമ്മളെത്തി. അങ്ങനെ ആളുകളെ നിശ്ചയിച്ചു, യോജിക്കേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. പുറത്താക്കപ്പെട്ട ഒരാൾ ഇന്ന് ആളില്ല എന്ന് ഒരു പറയുന്നത്. അപ്പോൾ 25 കൊല്ലം മുമ്പ് തീരെ ഇയാളെ കൂടെ ആളുണ്ടാവില്ല. പിന്നെ എന്തിനാണ് അവരോടൊരു യോജിപ്പ്? അപ്പോൾ ഇതൊക്കെ വൈരുദ്ധ്യമാണ്, സംഗതി ഇതൊക്കെ നേരെ എതിരാണ്. അങ്ങനെ അതിനൊരുങ്ങി. പിന്നെ അത് കേരള ശബ്ദത്തിൻ്റെ ഇടമറുക ലേഖനം എഴുതി അത് തുമ്പില്ലാതെയാക്കി എന്ന് ഇയാൾ പറയുന്നു. പിന്നെ ഇയാൾ ഗൾഫിൽ പോയി വ്യാജ പ്രചരണം നടത്തി കാശ് പിരിച്ചു. 3000 ആളുകൾ ഒരു മാസത്തിൽ അവിടെ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആളുകളോട് കാശ് പിരിച്ചു. പിന്നെ അവിടെ പത്രത്തിൽ 5 ലക്ഷം കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ് ന്യൂസ് കൊടുത്തു. അൽബയാൻ പത്രത്തിൽ ആ കൊടുത്ത ന്യൂസിൽ, ആ പത്രത്തിൽ നിന്ന് ആ ന്യൂസ് വന്നപ്പോൾ എൻ്റെ ഫോട്ടോ ആ പത്രത്തിലുണ്ടായിരുന്നു. ആ അൽബയാൻ പത്രം ഇന്നും അത് നോക്കാൻ കിട്ടും. 5 ലക്ഷം കുട്ടികൾ തന്നെയാണ് അതിൻ്റെ ഹെഡിങ് എഴുതിയിരുന്നത്. ഇങ്ങനെയുള്ള ജുക്സാവഹമായ ചില ആരോപണങ്ങൾ. പിന്നെ അദ്ദേഹം അതിൽ പറയുന്നത് ഇങ്ങനെ എറണാകുളത്ത് സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിൻ്റെ പ്രമേയം അച്യുതൻ എന്ന മാർക്സിസ്റ്റുകാരൻ ദേശാഭിമാനിയിൽ കളർ ഹെഡിങ് കൊടുത്ത് എഴുതി. കളർ ഹെഡിങ്ങിന് കുറേ ചിലവുണ്ട്. അങ്ങനെ കളർ ഹെഡിങ് കൊടുത്ത് എഴുതി ആ പ്രമേയം കൊണ്ട് എഴുതിച്ചു. പിന്നെ അതിൻ്റെ ഉടനെ കേരള ശബ്ദത്തിൽ ഇങ്ങനെ സീസർക്കുള്ള സീസർക്ക്, ദൈവത്തിനുള്ള ദൈവത്തിന് എന്ന് ഇയാൾ പറഞ്ഞു. പിന്നെ ഇയാൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മൂല്യാർ അടുത്ത് വെച്ചിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടു. ഇന്നൊക്കെ അവിടെ പണി വെച്ചപ്പോൾ എനിക്ക് സിറാജിലാണ്. അങ്ങനെയൊക്കെയാണ് സ്ഥിതി. അതിന് 10,000 കോപ്പി, 2,000 കോപ്പിയുള്ളൂ അല്ല,
10,000 ഉണ്ടോ? ഇല്ല. 5,000 ഉണ്ടോ? അത്രയല്ല. അപ്പോൾ 5,000-ൻ്റെയും 10,000-ൻ്റെയും ഇടയിൽ കോപ്പി ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അതിലെത്ര ശമ്പളക്കാരുണ്ട്? 60 ആളുണ്ട്. 3,000 മുതൽ 6,000 വരെ ശമ്പളം കൊടുക്കുന്നവർ. അപ്പോൾ വലിയ സംഖ്യ മാസത്തിൽ വേണം. അപ്പോൾ എങ്ങനെ ഇത് ഹബീബെ നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ മനസ്സിലാക്കി അയാൾ ആളാണെന്ന്. അങ്ങനെ പറഞ്ഞു. യത്തീംഖാന എൻ്റെ പേര് പറഞ്ഞ് പൈസ പിരിച്ചിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇതൊക്കെയാണിപ്പോൾ ഈ പഞ്ചായത്ത് മൗലാന ഈ ക്ലിപ്പിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതിന് പ്രിയമുള്ള സഹോദരന്മാരെ, ഈ 25 വർഷം മുമ്പ് അയാളുടെ സ്വന്തം പ്രദേശമാകുന്ന മേലാറ്റൂർ പഞ്ചായത്തിലെ കീഴാറ്റൂർ എന്ന് പറയുന്ന സ്ഥലം, അയാളൊന്നും കീഴാറ്റൂർ തന്നെയാണ്, മേലാറ്റൂർ പഞ്ചായത്താണ് അയാളുടെ പഞ്ചായത്ത്. ഇയാളുടെ സ്വന്തം സ്ഥലം കീഴാറ്റൂരാണ്. കീഴാറ്റൂരാണ് അങ്ങനെ കീഴ്പോട്ട് പോകുന്നൊരു ഊരാണ്. അങ്ങനെ തന്നെ അയാൾ പോയി. ഇപ്പോൾ ജനങ്ങളെ ശ്രദ്ധയിൽ നിന്നൊക്കെ മാറി വിസ്മൃതിയിലാണ്ട് കിടക്കുകയാണ്. ആ കീഴാറ്റൂർ പോയി 2.5 മണിക്കൂർ ഇതിന് ഞാൻ ഒന്നായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരു വട്ടമല്ല, രണ്ടാമതൊരു വട്ടം. അതങ്ങനെയല്ല എന്ന് അയാളൊന്ന് പറഞ്ഞു പോയപ്പോൾ ഇയാൾക്ക് എന്നെ നല്ലോണം അറിയുന്ന ആളാണ്, നല്ലോണം അറിയും. അപ്പോൾ അയാൾ അവിടെ ഒന്നും കൂടി മേലാറ്റൂർ അപ്പുറത്തെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് അയാളൊരു പ്രസംഗം നടത്തി. ആ വിവരം നമുക്ക് കിട്ടി. ആ പ്രസംഗം അന്നൊക്കെ ഇങ്ങനെ ഓഡിയോ കാസറ്റുള്ളതാണ്. അത് കുട്ടികൾ കൊടുത്ത കേസറ്റ് കേൾപ്പിച്ച് തന്ന്. അപ്പോൾ എന്നെ പരാമർശിച്ച ആൾ പറഞ്ഞു. രണ്ടാമത് ഞാൻ പിന്നെയും പോയി. അതിന് ശേഷം അയാൾ മരണപ്പെടുന്നത് വരെ സാധുവായിരിക്കുന്ന എനിക്ക് ഒരു മറുപടി പറയാൻ അയാൾ തയ്യാറായിട്ടില്ല. പിന്നെ അയാളൊന്ന് ഒരുങ്ങി വന്നു നമ്മളെ സ്ഥലത്തേക്ക്, ചോക്കാട്, നമ്മളെ പഞ്ചായത്തേക്ക്. അയാൾ അങ്ങനെ ഭയങ്കര പറച്ചിൽ പറയുന്നൊക്കെ മറ്റൊരു പറഞ്ഞ് പ്രചരിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാനെന്ത് പണിയെടുത്ത് ഇയാളെ മുന്നിൽ പോയി ഒരു നോട്ട് പുസ്തകവും ഒരു പെണ്ണും ഇട്ട് ഒരു കസാലയിൽ അവിടെ ഇരുന്നു. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഇതിന് എത്രയോ ആളുകൾ ഈ നാട്ടുകാർ ദീർഘസാക്ഷികളാണ്. അയാൾ AP ഉസ്താദിനെയും AP ഉസ്താദിനെ അംഗീകരിക്കുന്ന എന്നെയും തൊലിയുരിച്ച് കാണിക്കുമെന്നൊക്കെ ഓലെ അനൗൺസ് വണ്ടിയിൽ നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ആ തൊലിയിരിക്കലോ നേരിട്ട് കാണാനും കേൾക്കാനും അത് റെക്കോർഡാക്കാനും ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ കൊണ്ട് റെക്കോർഡാക്കുന്ന കാലം വന്നില്ല. അപ്പോൾ അതിങ്ങനെ എഴുതിയെടുക്കാന്നുള്ള കണക്ക് ഞാനൊരു നോട്ടുബുക്കും പെന്നും കൊണ്ട് അയാളെ മുന്നിൽ അവിടെ ഇരുന്നത്. അയാൾ വന്ന് സ്റ്റേജിലേക്ക് കയറി. അതുവരെ ഞാൻ പുറത്ത് നിൽക്കാനും. അയാൾ കയറി ഇരുന്നിങ്ങനെ പിന്നെ ഒരാൾ പേരിനോട് സ്വാഗതം പറഞ്ഞ് ഇയാളെ വിളിച്ച് ഇയാൾ ബിസ്മില്ലാ അൽഹംദുലില്ലാ എന്നൊക്കെ പേരിന് പറയാൻ ഒരുങ്ങുമ്പോൾ ഞാനിന് വന്നപ്പോൾ ഒരാൾ എനിക്ക് കസാല ഒഴിവാക്കി തന്നു. കസാല ഒഴിവാക്കിയപ്പോൾ ഇരുന്ന് ഞാൻ നോട്ട് പുസ്തകം തുറന്ന് പെന്നെടുത്ത് അതിൻ്റെ ടോപ്പ് ഊരി റെഡിയാക്കി പുസ്തകത്തിലേക്ക് പിടിച്ചുകൊണ്ടാണ് ഇരുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അയാൾ കുറച്ച് അവിടെ ഇവിടെയുള്ള കാര്യങ്ങളും സുന്നത്തി ജമാഅത്തിൽ ജീവിച്ചാലേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ എന്നും അതുകൊണ്ട് സുന്നികളായി നമ്മളൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 40 മിനിറ്റ് കൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ച് എനിക്ക് അത്യാവശ്യമായി മറ്റൊരു സ്ഥലത്ത് പിന്നെയും പോകാനുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് വേണ്ടതുപോലെ വിശദീകരിക്കാമെന്ന് പറഞ്ഞ് അയാളെ കുഞ്ഞാടുകളെ മുഴുവനും നിരാശരാക്കി പോയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഇയാളെ കീഴാറ്റൂരിൽ പോയി. എന്നിട്ട് ഞാനിങ്ങനെ അന്ന് 3500 ആംപ്ലിഫയർ എന്നുള്ള കാലമല്ല, ഏകദേശം നല്ലോണം ശബ്ദമുള്ള ആംപ്ലിഫയർ തന്നെ. എന്തുകൊണ്ട് നാട്ടിക മൂസ മൗലവി എൻ്റെ നാട്ടിൽ വന്ന് പ്രസംഗിക്കാൻ വന്നിട്ട് അദ്ദേഹത്തിന് അക്ഷരം പറയാൻ കഴിഞ്ഞില്ല, എന്നാൽ ഞാനിതാ പറയുന്നു എന്ന് പറഞ്ഞ് ഒന്നുകൂടി വിശദീകരിച്ച് അയാളെ നാട്ടിൽ നിന്നും പ്രസംഗിച്ച് അയാൾ കൂക്കും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. വരുന്ന വഴിക്ക് എൻ്റെ അന്ന് എനിക്കൊരു ജീപ്പാണുള്ളത്. ആ ജീപ്പും കൊണ്ടാണ്, വളരെ വിശ്വ പ്രദേശമായിരുന്നു അവിടെ, റോഡൊന്നും മര്യാദയ്ക്കില്ല. എന്നിട്ട് അവിടെ ഒരു കല്ല് വലിച്ചിട്ടിട്ടും തടസ്സം സൃഷ്ടിച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അൽഹംദുലില്ലാ നമ്മളെ കൂടെ കുറച്ച് കാലം പ്രവർത്തകർ ഞാൻ കൂട്ടിയിരുന്നു. അതൊക്കെ ഭാര്യ വലിച്ച് ഒഴിവാക്കി ഞങ്ങളെ തടിക്കൊന്നും കേടുപറ്റാതെ ഞങ്ങൾ തിരിച്ചു പോന്നു. ആ മൗലവിയുടെ ക്ലിപ്പാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചില ആളുകൾ ഇട്ടിട്ട് അല്ലെങ്കിൽ അത് കേൾപ്പിച്ചു കൊടുത്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിലുള്ള അയാൾ പറയുന്ന ആരോപണങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഒരു കുറച്ച് സമയം. അയാളതിൽ ആദ്യം പറയുന്നത് കാന്തപുരം ഉസ്താദിനെ പുറത്താക്കി, ഇന്ന് ഓര് തന്നെ സമ്മതിക്കുന്നുണ്ട് പോലെ ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ആ മറുപടി അവരെ ആ പ്രസംഗത്തിനോട് കിട്ടുന്നത് കൊണ്ട് അതിലേക്ക് വെറുതെ നമ്മൾ സമയം കളയുന്നില്ല. ഉസ്താദിനെ പുറത്താക്കിയിട്ടില്ല. ഉസ്താദ് 11 ആളെന്ന് എഴുന്നേറ്റ് പോകുന്നതിൽ 8ാമത്തെ ആളായി ഉസ്താദ് സ്വയം എഴുന്നേറ്റ് പോകുന്നതാണ്, പുറത്താക്കിയതല്ല. എന്നിട്ട്
തട്ടിക്കൂട്ടി പ്രവർത്തനം ഉണ്ടാക്കിയാൽ നടത്തിയതാണ് രണ്ടാമത്തെ ആരോപണം അല്ല. വ്യവസ്ഥാപിതമായി ജനറൽ ബോഡി വിളിച്ച് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് ആധികാരികമായി അധികാരത്തിൽ വന്നതാണ്. അതിന് നമ്മൾ തോന്നെ സമയം കളയേണ്ടതില്ല. ഇതിൻ്റെ നേരത്തെയുള്ള നമ്മളെ ക്ലാസ് കേട്ടാൽ എങ്ങനെയാണ് പ്രശ്നം ഘടിപ്പിച്ചത്, എന്തൊക്കെയാണ് അവസ്ഥ എന്ന് നമ്മൾ വിശദമായിട്ട് പറയും. പിന്നെ അവർ പറയുന്നത് എന്താണ്, JDT ഇസ്ലാം പോലെ ഇതും അങ്ങനെ ഇവരുടെ കുടുംബ സ്വത്താക്കി മാറ്റി. ഐക്യത്തിന് വേണ്ടി ഇവർ ഒരുങ്ങിയപ്പോൾ അവർ വെച്ചൊരു ഡിമാൻഡ് ഞങ്ങൾക്ക് അതിൻ്റെ ആധാരം കാണണമെന്ന്. ആധാരം കാണണമെന്ന് പോലും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആധാരം അങ്ങനെ കാണിച്ചു കൊടുക്കൊന്നുമില്ല. കാണിച്ചു കൊടുക്കേണ്ടവർക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അല്ലേ, അള്ളാഹു തൗഫീഖ് ചെയ്ത് ഇന്നും മർക്കസു സഖാഫത്ത് സുന്നിയക്ക് ഇന്ന് ആയിരക്കണക്കിന് കോടി ഉറുപ്പികയുടെ ആസ്തിയുണ്ട്. ആയിരക്കണക്കിന് കോടി ഉറുപ്പികയുടെ ആസ്തിയുണ്ട്. അല്ലേ, അത് സ്ഥലമുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, എല്ലാം കൂടിയിട്ട് ആയിരക്കണക്കിന് കോടി ഉറുപ്പികയുടെ ആസ്തിയുണ്ട്. ഈ ആസ്തി അതിലുള്ള ഏതെങ്കിലും ഒരു സെന്റ് സ്ഥലത്തിൻ്റെ മർക്കസിനുള്ള ആസ്തിയിൽ നിന്ന് ഒരു സെന്റ് സ്ഥലത്തിൻ്റെ ആധാരം ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സാധാരണ ആധാരം എഴുതുമ്പോൾ പാപ്പാൻ്റെ പേരും പിന്നെ ഈ ആളെ പേരും എഴുതി വയസ്സൊക്കെ എഴുതിയിട്ടാണ് ഉണ്ടാവുക. അന്നിപ്പോൾ മർക്കസിൻ്റെ സ്ഥലമെടുക്കുന്ന കാലത്ത് ഉസ്താദിനൊരു 37-38 വയസ്സുണ്ടാവും. അപ്പോൾ ആ ആധാരത്തിൽ ആലിങ്ങാപ്പൊയിൽ അഹമ്മദ് ഹാജിയുടെ മകൻ അബൂബക്കർ 37 വയസ്സ് പേരിൽ എഴുതി കൊടുക്കുന്ന ജന്മം ഈ ആധാരം, അങ്ങനെയുള്ള ആധാരം ഇല്ല. അങ്ങനത്തെ ഒരു ആധാരത്തിൻ്റെ കോപ്പി കാണിച്ചു തരാൻ വിവരാവകാശ നിയമപ്രകാരം ഇന്ത്യ രാജ്യത്തുള്ള ഏത് രജിസ്റ്റർ ഓഫീസുകളിൽ അന്വേഷിച്ചാലും കിട്ടുന്ന കാര്യമാണിത്. അങ്ങനെ അന്വേഷിച്ചിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ മർക്കസിൻ്റെ ആസ്തിയിൽ നിന്ന് ഒരു സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെന്ന് സ്ഥാപിക്കുവാൻ ഈ മരണപ്പെട്ടു പോയ മൗലവിയുടെ റൂഹിനെയും ആ റൂഹ് ബാധ ഏറ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ചേളാരി വിഭാഗത്തിലുള്ള മുഴുവൻ ആളുകളെയും, അവരെ മുഴുവൻ കുല്ലും അജ്മഊൻ അടങ്കൽ എല്ലാ നേതാക്കളെയും അത് കേട്ട് തെറ്റിദ്ധരിച്ച് ആ ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള സാധാരണക്കാരെയും നമ്മൾ വെല്ലുവിളിക്കല്ല, നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അയാൾ പറയാം, എൻ്റെ അടുത്ത് ആധാരത്തിൻ്റെ കോപ്പി ഉണ്ട് ഇല്ലേ. പ്രസംഗിക്കുമ്പോൾ ഒരാൾക്ക് സ്റ്റേജിൽ നിന്നിട്ടേ ഇങ്ങനെ പ്രസംഗിക്കാം. കേൾക്കുന്നവർ കുഞ്ഞാടുകളാണെങ്കിൽ റേഡിയോ വാർത്ത കേൾക്കണമാണ്. ആകാശവാണി കോഴിക്കോട് വാർത്തകൾ വായിക്കുന്നത് കുഞ്ഞിക്കണ്ണൻ. എന്നിട്ട് കടലിൽ തിരമാല അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 തിരമാല കൂട്ടിയടിച്ചപ്പോൾ തീ പിടിച്ച് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അയാൾ ഉദാഹരണം അങ്ങനെ വായിച്ചു നിൽക്കാം. ഈ കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അതിന് പ്രതികരിക്കാൻ കഴിയുമോ, ചോദിക്കാൻ കഴിയുമോ? റേഡിയോ വാർത്ത കേട്ട് എല്ലാം കേട്ടമാരും എല്ലാവരും എണീച്ചു പോയി. അതുപോലെ ഈ കാക്കാൻ്റെ പ്രസംഗം കേട്ട് ഇങ്ങനെ അളിച്ച് അഹങ്കരിച്ച് കുറേ കുഞ്ഞാടുകൾ എണീച്ചു പോയി. ഞാൻ അന്ന് കീഴാറ്റൂർ പോയി ചോദിച്ചിരുന്നു ഇയാളോട്, അല്ലേ, ലാസ്റ്റ് ഘട്ടത്തിൽ പറയേണ്ടി വന്നിരുന്നു, ഒരു ശരിയായ രൂപത്തിൽ ജനിച്ച മൗലവിയാണോ നിങ്ങളെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിങ്ങളെ വീട്ടിലേക്ക് ഈ സ്പീക്കറിൻ്റെ ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ തോട്ടുങ്ങൽ ചേക്കുട്ടിയുടെ മകൻ അഹമ്മദ് കുട്ടി എന്ന TC എന്ന പേര് എല്ലാവരും എന്നറിയപ്പെടുന്ന ഒരു ദീനിൻ്റെ പ്രവർത്തകനായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഓ മൗലവി, ആ ആധാരത്തിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ? എൻ്റെ ശബ്ദം ഇപ്പോഴും അന്തരീക്ഷത്തിൽ അവിടെ മുഴങ്ങി നിൽക്കുന്നുണ്ട്. 25 കൊല്ലം കഴിഞ്ഞ് 26 കൊല്ലമായി. 5-8 കൊല്ലം മുമ്പ് ഇദ്ദേഹം മരണപ്പെട്ടു പോയി. 10 കൊല്ലത്തെ അയാൾ മരണപ്പെട്ടിട്ട്. മരണപ്പെടുന്നവരെ അയാൾക്കോ ഇനി മരണപ്പെട്ടതിന് ശേഷം അയാളുടെ വീട്ടിൽ അയാളെ റെക്കോർഡൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഈ ആധാരത്തിൻ്റെ കോപ്പി കൊണ്ടുതരാൻ കഴിയുന്ന ഒരു ചേളാരിക്കാരുണ്ടോ എന്ന് ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്. ഇതിപ്പോഴും ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ വീട്ടിൽ വെച്ചാണെങ്കിൽ അന്ന് ഞാൻ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് വെച്ചായിരുന്നു. വീട്ടിലല്ല, വീട്ടിൻ്റെ അടുത്ത് വെച്ചായിരുന്നു. വളരെ വ്യക്തമായ അയാളെ വീട്ടിലേക്ക് ശബ്ദം കേൾക്കുന്ന രൂപത്തിലായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ
നാട്ടിക മൂസ മൗലവി ഇന്ന് നാട്ടിലുണ്ടോ? അയാളിങ്ങനെ നമുക്കത് പ്രസംഗിക്കാൻ നടക്കുന്ന ആളാണല്ലോ. അല്ല, ഇങ്ങനെ വന്ന് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അയാൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ആ കാര്യം ഞാൻ സ്റ്റേജിൽ വെച്ച് പരസ്യമായി പറഞ്ഞുകൊണ്ടുമാണ്. ഞാൻ കീഴാറ്റൂരിൽ വന്നന്വേഷിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നാട്ടിക മൂസ മൗലവി ഇന്ന് വീട്ടിൽ വിശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞു. ആ വിശ്രമത്തിനിടയിൽ നിങ്ങളെ വീട്ടിലേക്കും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് മൂസ മൗലവി സാധാരണക്കാരായ ആളുകളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. മൗലവി എന്ന പേരിൽ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ്, നിങ്ങൾ ഒരു പഞ്ചായത്തിലെ മെമ്പറാണ്. ആ മെമ്പർ എന്ന നിലക്ക്, രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് നിങ്ങൾക്ക് പലതും പറയാം. ഇന്ന് പറഞ്ഞത് നാളെ പറഞ്ഞിട്ടില്ലെന്ന് പറയാം, മാറ്റി പറയാം, തിരുത്തി പറയാം. അല്ല മൗലവി, ആരാന്റെ ഭക്ഷണം കഴിച്ച് കുറച്ചു കാലം നിങ്ങൾക്ക് കാപോനി, എന്നിട്ട് നിങ്ങൾ പേരിന് ചില ദർശ നടത്തിയില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് രാഷ്ട്രീയ തൊഴിലാണെങ്കിലും അതുകൊണ്ട് ആ ഒരു ധാർമ്മിക ബോധം മൂല്യം വെച്ചുകൊണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്നു, പരസ്യമായി ജനങ്ങളെ മുന്നിൽ വെച്ച് ഇങ്ങനെ നിങ്ങൾക്ക് കളവ് പറയാൻ എന്ത് ചേതോവികാരമാണ് നിങ്ങളതിൽ പ്രേരിപ്പിച്ചത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രവർത്തനം കൊണ്ട് മൗലവി നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് വന്നത്, അല്ലെങ്കിൽ ഈ സമുദായത്തിന് എന്ത് നഷ്ടമാണ് വന്നത് എന്ന് 25 കൊല്ലം മുമ്പ് AP ഉസ്താദിന്റെ അന്നത്തെ പ്രവർത്തനവും അന്നുള്ള മർക്കസിന്റെ സ്ഥിതിയും വെച്ച് ഈ മൗലവിയുടെ തൊട്ട് മുന്നിൽ തന്നെ പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ ആ മൗലവിയോ അയാൾ മരണപ്പെട്ടു പോയി, അയാളുടെ ബാക്കിയുള്ളവരോ ഈ ക്ലിപ്പ് പ്രചരിപ്പിച്ചവരോ ഒരാൾക്കും ഒരക്ഷരം മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാം തെറ്റിദ്ധരിക്കരുത്. മർക്കസിന് ആദ്യം വാങ്ങിയ സ്ഥലത്തിന്റെ ആധാരം അതിൻ്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന മർഹൂം EK ഹസൻ മുസ്ലിയാരുടെ പേരിലായിരുന്നു. അതെങ്ങനെയാണ് ആധാരം എഴുതിയത്? ഇയാൾ ഖുർആൻ ഓതിയതുപോലെ ഹസൻ മുസ്ലിയാരുടെ മരണത്തിന് ശേഷം ഹസൻ മുസ്ലിയാരുടെ മകനോ അല്ലെങ്കിൽ പെൺമക്കൾക്കോ കിട്ടുന്ന രൂപത്തിലല്ല. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലക്ക് എഴുത്തച്ചങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാർ മകൻ എഴുത്തച്ചങ്കണ്ടി ഹസൻ മുസ്ലിയാരുടെ പേരിൽ എഴുതി കൊടുക്കുന്ന ജന്മം തീരാധാരമായത് മർക്കസിന്റെ ആദ്യത്തിലെടുത്ത് 7 ഏക്കറുടെ ആധാരമാണ് ആദ്യമായിട്ടെടുത്ത്. മഹാനായ EK ഹസൻ മുസ്ലിയാർ 982 വഫാത്തായതിനു ശേഷമാണ് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിന് സ്ഥലം വാങ്ങുന്നത്. ആ സ്ഥലത്തിന്റെ ആധാരമുള്ളത് അന്ന് മർക്കസിന്റെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ പേരിലാണ്. എഴുത്തച്ചങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാരുടെ മകൻ മർക്കസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലക്ക് ആദ്യത്തെ പ്രസിഡന്റ് മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ആ മക്കൾക്ക് അതിൽ അവകാശമൊന്നും കിട്ടിയില്ല. ആധാരവും മർക്കസും സ്ഥലവും ഒക്കെ മർക്കസിനുണ്ട്. പിന്നീട് മർക്കസിന്റെ പ്രസിഡന്റായതിന്റെ ജ്യേഷ്ഠ സഹോദരൻ മഹാനായ ശംസുൽ ഉലമ മഹാനവറുകളായിരുന്നു. ആ കോംപ്ലക്സിന്റെ ആധാരം നിങ്ങളൊന്ന് പോയി പരിശോധിക്ക്. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അവിടെ മാവൂർ റോട്ടിൽ ജാഫർഖാൻ കോളനിയിലേക്ക് പോകുന്നതിന്റെ വലഭാഗത്തും ഇടഭാഗത്തും ബിൽഡിംഗ് ഉണ്ട്. വലഭാഗത്തുള്ള ഒരേക്കറയും 10 സെന്റുമാണ്. ഒരേക്കറയാണ് എടുത്തത്. അത് അളന്ന് അവസാനം മണ്ണക്കെട്ട് ശരിയാക്കി നോക്കിയപ്പോൾ ഒരേക്കറും 10 സെന്റും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു 4-5 സെന്റ് റോഡിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരേക്കറും ചില്ലറും ഇപ്പോഴും ഉണ്ട്. ഒരേക്കറയുടെ ആധാരമുള്ളത് മർക്കസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എഴുത്തച്ചങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാരുടെ മകൻ എഴുത്തച്ചങ്കണ്ടി അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ എഴുതി കൊടുക്കുന്ന ജന്മം തീരാധാരം എന്നാണ്. എന്നാൽ അതിന്റെ വലഭാഗത്ത് അഥവാ പള്ളിയൊക്കെ നിൽക്കുന്ന മസ്ജിദ് ബസാറും പള്ളിയും നിൽക്കുന്ന സ്ഥലം വാങ്ങിയപ്പോഴോ അതിന്റെ ആധാരമുള്ളത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മർക്കസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഒഴിവായില്ലേ? നമ്മൾ ഒഴിവാക്കിയതൊന്നുമല്ല, അതുമാണെങ്കിൽ നമുക്ക് വേറെ വിശദീകരിക്കാം. അതിനുശേഷം ബഹുമാനപ്പെട്ട മർഹൂം അവേലത്ത് തങ്ങളെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇടഭാഗത്തുള്ള പള്ളിയും മസ്ജിദ് ബസാറും നിൽക്കുന്ന സ്ഥലം അതുള്ളത് മഹാനായ അവേലത്ത് കുഞ്ഞുശ്ശേരി കോയത്തങ്ങൾ അവരുടെ പേരിലാണ്. അത് മർക്കസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക്. ഇപ്പൊ നമുക്ക് വളരെ വിപുലമായ ഒരു സ്ഥലമാണ് മർക്കസ് നോളേജ് സിറ്റി നിൽക്കുന്ന താമരശ്ശേരിക്കടുത്ത കൈതപ്പൊയ്. ആ സ്ഥലം നമുക്ക് ആരോടും പറയാലോ. പണ്ട് നമ്മളത് പറയാൻ മൂടി വെച്ചിരുന്നു. ഈ പാര വെക്കുമെന്ന കാലത്ത്
ഇപ്പോഴല്ല നമ്മൾ പറയുന്നു താമരശ്ശേരി അവിടെ നിന്ന് വയനാട് റോഡിൽ പോയാൽ ഉടങ്ങാക്കാട് മക്കാമ് കാണും. അവിടെ ഒന്ന് സിയാറത്ത് ചെയ്ത് ഒരൽപ്പം അങ്ങോട്ട് മുന്നോട്ട് പോയാൽ കൈതപ്പൊയിൽ എന്ന് കാണും. ആ കൈതപ്പൊയിലിൽ നിന്നും വലഭാഗത്തേക്ക് 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിനുള്ളിൽ സഞ്ചരിച്ചാൽ മർക്കസ് നോളേജ് സിറ്റി കാണും. ആ സ്ഥലമുള്ളത് ആരുടെ പേരിലാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ആ നോളേജ് സിറ്റിയുടെ പ്രവിശാലമായ 125 ഏക്കർ സ്ഥലത്തിന്റെ ആധാരം കൊയിലാണ്ടി വലിയകത്ത് വീട്ടിൽ താമസിക്കും സയ്യിദ് അഹമ്മദ് ബാഫഖി മകൻ സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പേരിൽ എഴുതി കൊടുക്കുന്ന ജന്മം തീരാധാരം ഏതടിസ്ഥാനത്തിൽ? മർക്കസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലക്ക്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ 978 ആദ്യം വാങ്ങിയ 7 ഏക്കറയും 2011 അവസാനം വാങ്ങിയ 125 ഏക്കറും മർക്കസിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് അതാത് കാലത്തുള്ള ആളുകളുടെ പേരിൽ അത് റെക്കോർഡാക്കിയിട്ടുണ്ട്. മർക്കസിന്റെ എല്ലാ പ്രസിഡന്റുമാരുടെ പേരിലും ആധാരമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ പ്രസിഡന്റായിരുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റായ സമയത്താണ് കൊടുവള്ളി അടുത്ത് ഒരു തെങ്ങിന്റെ തോപ്പെടുത്തത്. അതിന്റെ ആധാരം ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ പേരിലാണ് എന്നല്ലാതെ ഈ മർക്കസിന്റെ ശില്പിയും ഇതിന്റെ മുഴുവൻ കാരണക്കാരനും അതിൽ നിന്നും പ്രചോദനം നൽകുകയും അതിന്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അതിന്റെ അന്നു മുതൽ ഇന്ന് വരെയുള്ള ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പേരിൽ മർക്കസിന്റെ പേരിൽ വാങ്ങിയ 1 ഇഞ്ച് സ്ഥലത്തിന്റെ ആധാരം പോലും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ട് ഇവർ പറയുന്നു ഞങ്ങൾ ആധാരം ഒന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓല ഇത് സമ്മതിച്ചില്ല. ഓല ആധാരം പരിശോധിക്കാനല്ല പറഞ്ഞിരുന്നത്, ഈ സ്ഥാപനമൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കണം എന്നാണ്. സുന്നികളുടെ കൈവശമുള്ള സ്ഥാപനമൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കണം. നമ്മളെ ഭാഗത്തു നിന്നുണ്ടായ ഡിമാൻഡ് സ്ഥാപനം ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അല്ല. നാം സുന്നത്ത് ജമാഅത്തിന്റെ പേരിലുള്ള ഒരു സംഘടന എന്ന നിലക്ക് ഒരു ചെറിയ ഭിന്നിപ്പ് നമ്മളിൽ ഉണ്ടായപ്പോൾ ആ ഭിന്നിപ്പൊക്കെ മാറി ഒഴിവാക്കി 2 സമസ്ത ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ 2 സമസ്തയും പിരിച്ചുവിട്ട് സമസ്തക്ക് തെരഞ്ഞെടുക്കാൻ അർഹതയുള്ള ജനറൽ ബോഡി മെമ്പർമാരുണ്ട്. അവരെ മുഴുവനും ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി, എല്ലാ ജനറൽ ബോഡി മെമ്പർമാരെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ അതിൽ വിശദമായി സംസാരിച്ച് ആ ജനറൽ ബോഡിയുടെ ഹിതമനുസരിച്ച് ഒരു വർക്കിംഗ് കമ്മിറ്റി അഥവാ മുഷാവറ അത് നമുക്ക് പുനഃസ്ഥാപിക്കുകയും എന്നിട്ട് ആ തെരഞ്ഞെടുക്കപ്പെടുന്ന മുഷാവറയുടെ തീരുമാനപ്രകാരം മർക്കസിന്റെ പ്രസിഡന്റ് ആരാവണം, ജാമിയ നൂരിയന്റെ പ്രസിഡന്റ് ആരാവണം, അതുപോലെ മറ്റുള്ള സുന്നി സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് കൈകാര്യം ആരാവണം എന്ന് തീരുമാനിക്കുക. അതുപോലെ ആദ്യം മാനസികമായ സംഘടനാപരമായിരിക്കുന്ന യോജിപ്പ് സ്ഥാപനങ്ങൾക്ക് അതിനുശേഷമുണ്ടായതാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവറുകൾ ഇതിന് തുടക്കം കുറിക്കുന്ന സമയത്ത് ഒരു ഓത്തുപള്ളി പോലും സമസ്തയുടെ കീഴിലില്ല, സമസ്ത നൽകുന്നില്ല. ആ ലക്ഷ്യത്തിലല്ല ഇത് സ്ഥാപിതമായതും. ഇത് സ്ഥാപിതമായത് ഇവിടുത്തെ മുത്തഖീങ്ങളെ പരാജയപ്പെടുത്താനും അവിടെ വികലമായിരിക്കുന്ന ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയവും ആദർശവും ഇവിടെ പ്രചരിപ്പിച്ച് അതടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ ജീവിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. അതുകൊണ്ട് അതിന്റെ മുഖ്യ ഘടകം അതിൻ്റെ ആ സംഘടനയും സംഘാടകരുമാണ്. അപ്പൊ ആ സംഘാടനയിലും സംഘാടകരിലും ഒരു യോജിപ്പ് വന്ന് എന്നിട്ട് നാം ചുറ്റും ഒരു മേശയ്ക്ക് ചുറ്റും കൂടിയിരുന്ന് നമുക്ക് ആലോചിച്ചിട്ട് ആർക്കും ഏതിൻ്റെയും സ്ഥാനം വഹിക്കാം. ഈ ഏറ്റവും നല്ല ഒരു ഫോർമുല അത് നമ്മുടെ ഭാഗത്ത് അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ ഒരു പൗരമുഖ്യനായിരുന്ന കാസർഗോഡ് KS അബ്ദുള്ള സാഹിബ് പറഞ്ഞത് ഇങ്ങനത്തെ ഇത്രയും നല്ലൊരു നിർദ്ദേശം മറ്റൊരാളിൽ നിന്നും കിട്ടിയിട്ടില്ല, ഏറ്റവും ഉചിതമായ നിർദ്ദേശമാണ്. അതുകൊണ്ട് നമുക്ക് ആ യോജിപ്പിന്റെ മേഖലയിലേക്ക് നീങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടിക മൗലാന അടക്കമുള്ളവർ ഈ യോജിപ്പിന് പാരവെക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും എന്നിട്ട് അവർക്ക് പിന്നെയും ഇങ്ങനെ പുലഭ്യം പറഞ്ഞ് നടക്കാനും ഒരവസരം വേണമല്ലോ അവർക്ക് ജീവിക്കണമെങ്കിൽ.
അയാളെന്ന് പറയാം എനിക്കന്ന് ഒഴിവൊന്നുമില്ല, അതിന് 8ഉം 10ഉം പരിപാടി ദിവസമുണ്ട്. അത് തന്നെ 100% കളവാണ്. രണ്ടോ അല്ലെങ്കിൽ ചില സ്ഥലത്ത് പേരിന് പകലൊരു കൺവെൻഷനും രാത്രി പൊതുയോഗം കുറെ കഴിഞ്ഞിട്ടൊന്നു എന്നതല്ലാതെ 3 പരിപാടിയിലധികം ഈ മൗലാന ഇത് നടത്തിയിട്ട് ആൾ മരിക്കുന്നവരെ ആൾ നടത്തിയിട്ടില്ല. അല്ല ഉണ്ടെന്ന് തെളിയിക്കാൻ അവിടെ ബാക്കിയുള്ള എളുപ്പം ബാക്കിയുണ്ടല്ലോ എന്ന് പറയട്ടെ. 8ഉം 10ഉം പരിപാടി ഒരു ദിവസം എനിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ മാറ്റി വെച്ചാണ് ഞാനിപ്പോൾ ഈ മറുപടി പറയുന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ പ്രസംഗിക്കണേ സ്ഥലത്ത് വെച്ച ആൾ പറയണത്. 8 പോയിട്ട് 7 ഇല്ല, 6 ഇല്ല, 5 ഇല്ല, 4 ഇല്ല, 3 ഇല്ല ദിവസമല്ല. അധികം ഒരു ദിവസം ഒരു പരിപാടി, ചില ദിവസമൊക്കെ 2 ഉണ്ടായിട്ടുണ്ട്. ഏതാനും ഒരു ദിവസം രാവിലെ ഒരു കൺവെൻഷനോ വൈകുന്നേരം 2 പരിപാടി ഉണ്ടെങ്കിൽ ഇല്ലാനും നിഷേധിക്കുന്നില്ല. അങ്ങനെ കളവ് മാത്രം പ്രചരിപ്പിക്കാൻ ഒരുങ്ങുന്ന ഇവർ പ്രചരിപ്പിച്ച 100% അസത്യമായ ഒരു പരിപാടിയാണ് ഈ ആധാരം വെച്ചുള്ള കളി. ഇനി അതിന് തെളിവായിട്ട് ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അബുദാബിയിലുള്ള ഉത്തൈബ എന്ന് പറയുന്ന അബൂമാന സഈദ് അൽ ഉത്തൈബ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ പേര്. അബുദാബിയിൽ ഉള്ള ആളുകൾ ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവർക്ക് പരിചയമുണ്ടാകാം, കേട്ടിട്ടുമുണ്ടാകും. അവിടുത്തെ ഒരു വർത്തക പ്രമാണിയാണ്, വലിയ കച്ചവടക്കാരനാണ്. വലിയ കാറിൻ്റെയും മറ്റുമൊക്കെ ബിസിനസ് നടത്തുന്ന, അതല്ലാതെയും ഈത്തപ്പഴവും അതുപോലെ മറ്റുള്ള വലിയ കൃഷിക്കാരനും വലിയ ബിസിനസ്മാനുമാണ്. ആ സഈദ് അൽ തയ്യിബയെ അബുദാബിയിൽ വെച്ച് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് എ പി ഉസ്താദിന് ബോധ്യമായി. അങ്ങനെ ആ കൊല്ലത്തെ റമദാൻ മാസത്തിൽ UAE സഞ്ചരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരുപാട് വണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. പോരാത്തതിന് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ഷോറൂമുണ്ട്. പക്ഷെ പുതിയ വണ്ടിയൊന്നുമല്ല, ഒരു സാധാരണ ഒരു വണ്ടി ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് അദ്ദേഹം കൊടുത്തു. നിങ്ങളിത് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ അടുപ്പം അദ്ദേഹത്തോടുണ്ടായി. റമദാനിക്കൊക്കെ അവിടെയുള്ള ദിവസങ്ങളിൽ റാസൽ കൈമയിലും ഷാർജയിലും ഉമ്മുൽ ഖുബൈലിലും കോർഫക്കാനിലും അല്ലയിലും ഏതൊക്കെ സ്ഥലമുണ്ടോ അജ്മാനിലും എല്ലായിടത്തും ആ വണ്ടി ഉപയോഗിച്ച് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉസ്താദ് തിരിച്ചു പോരുമ്പോൾ ആ വണ്ടി തിരിച്ചു കൊടുത്തു. സന്തോഷത്തോടെ യാത്രയാക്കി നല്ല സംഖ്യ മർക്കസിന് അദ്ദേഹം സംഭാവനയും ചെയ്തു. അങ്ങനെ നോമ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഉസ്താദ് UAE സന്ദർശിക്കാൻ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ആളാണല്ലോ. വളരെ പ്രായമുള്ള ഒരാളുടെയും കൂടിയാണ്. അദ്ദേഹത്തൊന്ന് ചെന്ന് കാണാം, സൗഹൃദം പുതുക്കാം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്നത് ഈ പറയാതെ ഒന്നുമല്ല, ടെലിഫോൺ ചെയ്തു, സലാം പറഞ്ഞു, മൗജൂദ് ഫിൽ ബൈത്ത്, ആന മൗജൂദ് ഫിൽ ബൈത്ത്, എന്നാൽ ഞങ്ങൾ വരുന്നുണ്ട് എന്ന്. അപ്പോൾ വരണ്ടാന്നൊന്നും പറഞ്ഞില്ല, വരണമെന്നും പറഞ്ഞില്ല. ഞങ്ങൾ ചെന്നു. ഈ ഗേറ്റിൽ കാവൽ നിൽക്കുന്ന ആളുകൾക്ക് പല പ്രാവശ്യവും പോയി പരിചയമുള്ളതിൻ്റെ പേരിൽ സമ്മതം ചോദിക്കാതെ തന്നെ ഗേറ്റ് തുറന്നു വന്നു. ഞങ്ങളൊരു വണ്ടിയിൽ പോയി മജ്ലിസിൻ്റെ മുന്നിൽ ഇറങ്ങുമ്പോൾ ഈ പ്രമുഖനായ ആള് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു മുറ്റത്തേക്ക്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി ഒരു സ്വീകരിക്കാനൊരു വരവുണ്ട്, അതായിരിക്കണം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഒരു വെല്ലായ്മ അതുപോലെ തന്നെ സംഭവിച്ചു. വന്നവരൊരാൾ നിന്ന് നിങ്ങളൊരു മുസ്ലിയാരാണ് വിചാരിച്ചിരുന്നു. ഇല്ല, മലയാളത്തിലാണ് കേട്ടോ, ഞാനിപ്പോൾ നിങ്ങളോട് മലയാളം പറയാം. നിങ്ങളൊരു മുസ്ലിയാരാണ്, ആലിമാണ്, പണ്ഡിതനാണെന്ന് കരുതിയിരുന്നു, സ്ഥാപനം നടത്തുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ ഈ കോലത്തിലാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങൾ ഈ സ്ഥലമൊക്കെ വാങ്ങി നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ മക്കളുടെ പേരിലല്ലേ, നിങ്ങളവിടെ ഒരു ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ട്രെയിനിങ് സെൻ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ പേരിലല്ലേ, മക്കളുടെ പേരിലല്ലേ, അറ്റതല്ലേ എന്ന് പറഞ്ഞ് ഇയാളിങ്ങോട്ട് ദോഷം പൂണ്ട് അങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കാനുള്ള അവസ്ഥയില്ല. അപ്പം പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി ആളെ പറഞ്ഞു കഴിയട്ടെ. ഒരു 2-2.5 മിനിറ്റ് അദ്ദേഹം വളരെ രോഷത്തോടുകൂടി സംസാരിച്ചു, വിയർത്ത് പോയി. എന്നിട്ട് ആൾ നിശ്ചയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞത്, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറയാൻ, നിങ്ങൾ ഈ പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ല അല്ലാഹു ഇത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ 2 ചുമലിലുള്ള മലക്കുകൾ ഇതിന് സാക്ഷിയാണ്, അല്ലാതെയും സാക്ഷിയുണ്ടാകും. അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് ഇതിന് ഞാൻ നിങ്ങൾക്ക് മറുപടി പറയും. ഈ പറഞ്ഞത് മുഴുവനും 100% കളവാണ്. സത്യത്തിൻ്റെ കണിക പോലും അതിലില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ച് ആരിൽ നിന്നോ കേട്ട് നിങ്ങളെന്തോ പറയുകയാണ്. അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തോട്ടെ. അപ്പോൾ ഇയാൾക്ക് പേടിയായി, ബേജാറുമായി.
അറബികൾക്കാണെങ്കിൽ ഓർക്ക് പറയാനുള്ളതാണ് പറഞ്ഞാൽ പിന്നെ ഓർക്ക് അങ്ങനത്തെ നമ്മളെ മാറി ഈ കുനിഷ്ടം കുറ്റും തോന്നുന്നു മനസ്സിൽ വെച്ച് കിടക്കുന്ന പരിപാടിയൊന്നും അറബികൾക്കില്ല. ഇതുകൂടി കേട്ടപ്പോൾ അവർ വന്ന് ഉസ്താദിന് കൈ കൊടുത്ത് പിന്നെയാണ് സലാം പറയുന്നത്. കൂട്ടിപ്പിടിക്കാൻ നോക്കി നമ്മൾ മജലിസിൽ കയറാറുള്ളത്. ഒരു അരമുറുക്ക് വെള്ളം നിങ്ങളെ വീട്ടിൽ നിന്ന് കുടിക്കൂലാണ് ഞാൻ ഇഷ്ടം. നിങ്ങളെ മജലിസിലേക്ക് ഞാൻ ഇനി കയറൂല്ലാന്നോ? അല്ല ഷേഖ് പോക്ക് ഇല്ല, കയറൂല. ഞാൻ കയറും ഇൻഷാ അള്ളാഹ്. നിങ്ങൾ എന്നെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ആരോപണമാണ് പറഞ്ഞത്. മർക്കസിന്റെ കോംപ്ലക്സിന്റെ സ്ഥലവും മർക്കസ് സഖാത്ത് സുന്നിയ നിൽക്കുന്ന സ്ഥലവും ഒക്കെ എൻ്റെ പേരിലാണ്. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഞാനത് തെളിയിച്ചു തരും. തെളിയിച്ച് തന്നിട്ട് അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ആ മുറ്റത്ത് തന്നെ മടങ്ങിയപ്പോൾ ഞങ്ങളും മടങ്ങി. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും നമ്മൾ പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജി എന്ന് പറഞ്ഞിട്ട് തിരുവള്ളൂരടുത്തുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവിടെ സ്കൂളിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അദ്ദേഹമാണ് നമ്മൾ ഡ്രൈവറായിട്ട് വന്നത്. ഇതിനിടയ്ക്ക് അദ്ദേഹം കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയി. ഒരുപാട് മർക്കത്തിനും സുന്നത്ത് ജമാഅത്തിനും ഖിദ്മത്ത് ചെയ്ത ആളാണ് നമ്മളെ ഈ ഇബ്രാഹിം ഹാജി. അല്ലാഹു തആല അവരുടെ ഖബറ് സന്തോഷമായി കൊടുക്കുമാറാകട്ടെ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ഉസ്താദ് അവിടെ നിന്ന് മടങ്ങി വന്നു. പിന്നെന്താണ് സംഭവിച്ചത്? അറബിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു പോകുന്ന ഉസ്താദ് അവർ 1-2 ദിവസം മാത്രമാണ് പിന്നെ UAE നിന്നത്. ഏതാനും ചില പ്രമുഖരെ കാണാനും കാര്യങ്ങൾ പറയാനും ഉണ്ടായിരുന്നു. ഉടനെ നാട്ടിലേക്ക് തിരിച്ചു. സാധാരണ വന്നാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നിൽക്കലുണ്ട്. 10 ദിവസവും ചിലപ്പോൾ നിൽക്കലുണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പോഴാണ് ഇന്നവിടെ, നാളെ അമേരിക്കയിൽ, മറ്റന്നാൾ നൈജീരിയയിൽ, അതിൻ്റെ പിറ്റേ ദിവസം സൗദിയിൽ, പിറ്റേ ദിവസം ഇവിടെ കേരളത്തിൽ, അതിൻ്റെ പിറ്റേ ദിവസം ഡൽഹിയിൽ, ഇങ്ങനെയുള്ള അവസ്ഥ വന്നത് ഇപ്പോൾ കുറച്ച് കാലത്തിനിടക്കാണ്. അന്നൊക്കെ ഒരു 4 ദിവസം, 8 ദിവസം, 10 ദിവസമൊക്കെ ഉസ്താദ് അവിടെ തങ്ങാറുണ്ടായിരുന്നു. അതിന് നിൽക്കാതെ പെട്ടെന്ന് പോകും. എന്നിട്ട് ഉസ്താദ് പറഞ്ഞ DC ഞാൻ കോഴിക്കോട് എത്തിയതിന് ശേഷം ഈ ആധാരങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് മൊഴിമാറ്റം നടത്തി. എന്നിട്ട് ഈ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത കുന്നമംഗലം സബ് രജിസ്റ്റർ ഓഫീസുണ്ട് അവിടെ, അതുപോലെ കോഴിക്കോട് സബ് രജിസ്റ്റർ ഓഫീസുണ്ട് അവിടെ ചെന്ന് ഈ മലയാളത്തിലെ ആധാരവും അതിൻ്റെ ഇംഗ്ലീഷ് കോപ്പിയും കാണിച്ചു കൊടുത്ത് രജിസ്ട്രാറെ കൊണ്ട് തന്നെ അത് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് അയക്കാം, നിങ്ങൾ അത് കൊണ്ടുപോയി അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തണം. ഉസ്താദ് അവറുകൾ നാട്ടിൽ വന്ന് ഒരു 15 ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്ത് അബുദാബിയിലേക്ക് വരുന്ന ആളെ കയ്യിൽ ഇത് കൊടുത്തയച്ചു. അവിടെ കിട്ടിയപ്പോൾ ഞാൻ അതൊന്ന് ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ ചെന്ന് അതിൻ്റെ ഒരു കോപ്പി അറബിയിലേക്കും പകർത്തിയെടുത്തു. പിന്നെ അറ്റസ്റ്റ് ചെയ്യാൻ ഇവിടെ പിന്നെ വേറെ ആവശ്യമില്ല. കാരണം ഈ മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് രജിസ്റ്റർ ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് ആ രജിസ്റ്റർ ഓഫീസിൻ്റെ സീലും അനുഭവിച്ചിട്ടുണ്ടല്ലോ. കാരണം ഇതൊന്നും ഒരു നിയമ തടസ്സമല്ല. 7 ഏക്കർ സ്ഥലം ഇങ്ങനെ ഇന്ന ആളെ പേരിലുണ്ട് എന്നുള്ളതാണ്. അത് രജിസ്റ്റർ ഓഫീസിലെ റെക്കോർഡ് നോക്കിയാൽ അത് രണ്ടും ഒരു വ്യത്യാസവുമില്ല. അത് ശരിയാണ് എന്നാണല്ലോ അറ്റസ്റ്റിൻ്റെ അർത്ഥം. അങ്ങനെ അദ്ദേഹം സീൽ ചെയ്ത് ഒപ്പുവെച്ച് കൊടുത്ത് അത് അറബിയിലേക്ക് കൂടി മൊഴിമാറ്റം നടത്തി. ഞാൻ ഈ പ്രമുഖരായ അറബിയെ ടെലിഫോണിൽ വിളിച്ചു. അന അഹമ്മദ്, ഓരോരുത്തരും ഷെയ്ഖ് അഹമ്മദ് എന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ മർക്കസിൻ്റെ പ്രവർത്തകനായ അഹമ്മദാണ്. എവിടെയാണ്? നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഈ അന്ന് പറഞ്ഞ ആധാരത്തിൻ്റെ കോപ്പി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജോലി കഴിഞ്ഞതിന് ശേഷം ഞാനിത് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇൻഷാ അല്ലാഹ് വാദൽ അസർ, കാരണം ഉച്ച കഴിഞ്ഞ് ഒരൽപ്പം വിശ്രമിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അപ്പോൾ അസറിൻ്റെ ശേഷം ചെല്ലാം. അസറിൻ്റെ ശേഷം ഞാൻ ഈ അട്ടിക്കുള്ള ഈ കോപ്പി അതുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒന്നുകൂടി ടെലിഫോൺ ചെയ്ത് ചെന്നപ്പോൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അത് ചെന്ന് എന്നിട്ട് ഈ 3 കോപ്പി അറബി, ഇംഗ്ലീഷ്, മലയാളം അവർക്കറിയില്ല. ഇംഗ്ലീഷും ഇദ്ദേഹത്തിന് നല്ലോണം അറിയില്ല. കാരണം കുറെ പ്രായമുള്ളവരാണ്. അത്രയൊന്നും സാക്ഷരത നേടിയ ആളല്ലായിരുന്നു. കാര്യബോധം നല്ല ബോധമുള്ള ആളുകളാണ്. അറബിയും കുറച്ചൊക്കെ വായിക്കാനും അത് മനസ്സിലാക്കാനും അവർക്ക് കഴിയുകയും ചെയ്യും. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ കമ്പനിയിലുള്ള ഒരു വിവരമുള്ള ആൾ, മലയാളവും ഇംഗ്ലീഷും അറിയുന്ന ആൾ
ഈ രണ്ട് ആധാരവും വെച്ച് പരിശോധിച്ച് നോക്കുക, എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം. അപ്പോൾ അവിടുത്തെ കാവയും പിന്നെ ചായയും ഈത്തപ്പഴവും സർക്കാരൊക്കെ നടത്തി. അത് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, കാരണം അന്ന് ഒരു വെള്ളവും കുടിക്കാതെ പോകുന്നിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ തെളിവ് സഹിതം ചെന്നതാണ്, നമുക്ക് നല്ല അന്തസ്സോടെ കുടിക്കുകയും ചെയ്യാം. അതൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എന്നാൽ ഇവിടെ നിൽക്കട്ടെ, ഞാൻ പരിശോധിക്കട്ടെ. അദ്ദേഹം അന്ന് തന്നെ വൈകുന്നേരം ഒരു ക്രിസ്ത്യാനിയാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഒരു അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് നല്ലവണ്ണം ഇംഗ്ലീഷും മറ്റുമൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളാണ്. അദ്ദേഹത്തെ വിളിപ്പിച്ചു, എന്നിട്ടിത് വായിച്ചു. അന്നുണ്ടായിരുന്ന ഏകദേശം 5 ആധാരങ്ങളുണ്ട്, അഥവാ മർക്കസ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം. പിന്നെ ഇപ്പോൾ ബോർഡിംഗ് മദ്രസയൊക്കെ സ്ഥിതി ചെയ്യുന്ന അവിടെ രണ്ടാമതെടുത്തത്. ബോർഡിംഗ് മദ്രസ മർക്കസിൻ്റെ താഴ്ഭാഗത്താണല്ലോ. ആർട്സ് കോളേജ് നിലനിൽക്കുന്ന ആ റോഡിൻ്റെ ഇങ്ങേ ഭാഗത്ത്, ഇപ്പോൾ ആർട്സ് കോളേജ് അവിടെയല്ല, ഇപ്പോൾ മറ്റ് പദ്ധതികൾ. അതുപോലെ നമ്മൾ ITI എഞ്ചിനീയറിംഗ് പ്രവർത്തിക്കുന്ന മർക്കസിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിലുള്ള ആ സ്ഥലം, കോഴിക്കോട് കോംപ്ലക്സിൻ്റെ സ്ഥലം. അങ്ങനെ 5 ആധാരങ്ങളുണ്ട്. ഈ 5 ആധാരങ്ങളുടെയും ഇംഗ്ലീഷ് കോപ്പിയും 5 ആധാരങ്ങളുടെയും അറബി കോപ്പിയുമുണ്ട്. ഇദ്ദേഹം ഇത് വിശദമായി ആദ്യം വായിച്ച് എന്താണ് ഇതിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഈ ആധാരം ആരുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ EK അസൻ മുസ്ലിയാരുടെ പേരുണ്ട്, EK അബൂബക്കർ കണ്ടി കോയക്കുട്ടി മുസ്ലിയാരുടെ മകൻ അബൂബക്കർ മുസ്ലിയാരുടെ പേരുണ്ട്, ഇങ്ങനെയുള്ള പേര്. അന്ന് 2 പേരിൽ മാത്രമേ ആധാരമുള്ളൂ. അവേത്തങ്ങളുടെ പേരിലൊന്നും ആധാരം ആയി വന്നിട്ടില്ല, കാരണം കോംപ്ലക്സിൻ്റെ ഇപ്പുറത്തുള്ള ഭൂമി അന്ന് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ആൾ സംശയം തീർത്തു, കാരണം AP അബൂബക്കർ മുസ്ലിയാരുടെ പേരും അബൂബക്കറാണ്, ശംസുൽ ഉലമയുടെ പേരും അബൂബക്കറാണ്. അപ്പോൾ ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദ് എന്നാണ് AP ഉസ്താദിനെ അവർക്കറിയാം, അഹമ്മദിൻ്റെ മകൻ അബൂബക്കർ. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു കേട്ടു, ഈ ഷെയ്ഖ് അബൂബക്കർ കോയാക്കുറ്റിയുടെ മകൻ. അറബിയിലതും അങ്ങനെ കോയാക്കുറ്റി എന്നാണ് എഴുതുക, മലയാളത്തിലാണ് കോയക്കുട്ടി, ഇംഗ്ലീഷിൽ ഒക്കെ വായിച്ചത്. കാര്യം ബോധ്യപ്പെട്ടു. അങ്ങനെ അന്ന് രാത്രി തന്നെ അദ്ദേഹം എന്നെ വിളിക്കുന്നു. ഏകദേശം ഒരു 9 മണി സമയമായിട്ടുണ്ടാവും. ഷെയ്ഖ് അഹമ്മദ് അൽ-ഹിൻസാസ് എന്തൊക്കെ മുഷ്കിൽ ഹിനാക്ക് ജാഹിൽ ബൈത്ത്, ഇപ്പം എനിക്ക് വീട്ടിലേക്ക് വരുന്നതിന് എന്തെങ്കിലും മുഷ്കിലുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, കാരണം ഇതൊക്കെ നമ്മൾ സാധാരണ കിടക്കാൻ തന്നെ അവിടെ അന്ന് പള്ളിയിൽ ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നു. സാധാരണ മഗ്‌രിബിൻ്റെ ശേഷം ഇശാൻ്റെ ശേഷം ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് ഒരു ക്ലാസ് ഒഴിവുള്ള ദിവസമായിരുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ സംഘടനാ കാര്യങ്ങളും സ്ഥാപന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് 10-11 മണിയൊക്കെ ആകുമ്പോഴേ കിടക്കാനാവുള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഞാൻ അങ്ങോട്ട് തയ്യാറായേക്കാം. വേണ്ട, ഞാനിവിടുന്ന് ടാക്സിയും വിളിച്ച് വരാം. അത് വേണ്ട, അദ്ദേഹം അവിടുന്ന് വീട്ടിൽ ഡ്രൈവറെ വിളിച്ച് നമ്മൾ താമസിക്കുന്ന മർക്കസ് ഓഫീസിൻ്റെ ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത്, അവിടത്തേക്ക് വണ്ടി പറഞ്ഞയച്ചു. ആ വണ്ടിയിൽ കയറി നമ്മൾ ചെന്നു. അവിടെ മജ്‌ലിസിൽ അദ്ദേഹം കാത്തിരിക്കുന്നു, വേറെ ആളുകളൊന്നുമില്ല. കയറിയ പാട് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കാരണം എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ ഞാൻ വലിയ ആളായിട്ടല്ല, AP ഉസ്താദ് അടുത്തില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് പറയുന്നു, ഷെയ്ഖ് അബൂബക്കറിന് എനിക്ക് ഇപ്പോൾ ടെലിഫോൺ